ജീവനാൾകളെല്ലാം സേവിച്ചിടും സർവശക്തനെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഞാൻ പാസ്റ്റർ ഡെനീഷ് രാജൻ എല്ലാവർക്കും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രഭാത സമയം ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം അതിന്റെ 14 വാക്യമാണ്. അബ്രഹാം ആ സ്ഥലത്ത് നിന്ന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. ഇന്ന് ഈ പ്രഭാത സമയം ദൈവജനം കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ ദൈവം നമുക്ക് മനസ്സിലാകാത്ത വഴികളിലൂടെ ഒരുപക്ഷെ നടത്താറുണ്ടായിരിക്കാം. പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ തോന്നാം. വാഗ്ദത്തങ്ങൾ ഒരുപാട് അകലെയാണെന്ന് നമുക്ക് തോന്നിപ്പോകാം. ഏറ്റവും പ്രിയപ്പെട്ടത് പോലും ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പോൾ നമ്മുടെ ഹൃദയം ഒരുപക്ഷെ ചോദിക്കും, കർത്താവേ, നീ എവിടെയാണ്? എന്നാൽ ഇന്ന് ഈ പ്രഭാത സമയം ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ കണ്ണുകൾ കാണാത്തിടത്തും ദൈവത്തിന്റെ കണ്ണുകൾ, ദൈവത്തിന്റെ കരങ്ങൾ അതൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അബ്രഹാം വളരെ നാളുകളായി ഒരു മകനെ കാത്തിരുന്ന് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങൾ. ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന് നൽകിയിരുന്നു, നിനക്കൊരു മകൻ ഉണ്ടാകും. വർഷങ്ങൾ കടന്നുപോയി, പ്രതീക്ഷകളൊക്കെ മങ്ങിയെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തം മാറിയില്ല, ദൈവത്തിന്റെ വാഗ്ദത്തം പരാജയപ്പെട്ടു പോയില്ല. ഒടുവിൽ വാർദ്ധക്യത്തിൽ ഇസഹാക്ക് അബ്രഹാമിന് ജനിച്ചു. ഇസഹാക്ക് ഒരു മകൻ മാത്രമായിരുന്നില്ല, അവൻ അബ്രഹാമിനൊരു സന്തോഷമായിരുന്നു. അബ്രഹാമിന് ഏറ്റവും സ്നേഹപ്പെട്ടവൻ അല്ലെങ്കിൽ വിലപ്പെട്ടവനായിരുന്നു ഇസഹാക്ക്. അവന്റെ ഭാവിയായിരുന്നു ഇസഹാക്ക് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഒരു അടയാളം കൂടിയായിരുന്നു ഇസഹാക്ക്. എന്നാൽ ഒരു ദിവസം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ മോറിയാദേശത്ത് കൊണ്ടുപോയി യാഗം കഴിക്കണം. ഇതൊരു വലിയൊരു പരീക്ഷണം തന്നെയായിരുന്നു അബ്രഹാമിന്റെ ലൈഫിൽ. വാഗ്ദത്തം നൽകിയ ദൈവം തന്നെ ഇപ്പോൾ വാഗ്ദത്ത സന്തതിയായ മകനെ ചോദിക്കുന്നു. അബ്രഹാം ആ സമയം തർക്കിച്ചില്ല, അബ്രഹാം അവിടെ പരാതിപ്പെട്ടില്ല. അടുത്ത ദിവസം തന്നെ അതിരാവിലെ എഴുന്നേറ്റ് അബ്രഹാം യാത്ര തുടങ്ങി. 3 ദിവസം യാത്ര ചെയ്ത ശേഷം മോറിയ മലയിലേക്ക് എത്തി. ഇസഹാക്ക് അവിടെ ചോദിച്ചു, അപ്പ തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള യാഗവസ്തു എവിടെ? അപ്പോൾ അബ്രഹാം പറഞ്ഞ വാക്കുകൾ സത്യം പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായി. മകനെ, ഹോമയാഗത്തിനുള്ള മൃഗത്തെ ദൈവം കരുതിക്കൊള്ളും. അബ്രഹാം അവിടെ യാഗപീഠം ഒരുക്കി ഇസഹാക്കിനെ കെട്ടിവെച്ചു. യാഗപീഠത്തിന്മേൽ കിടത്തി വെട്ടുവാൻ വേണ്ടി കത്തി ഉയർത്തിയ ആ നിമിഷം സ്വർഗത്തിൽ നിന്ന് ദൈവം വിളിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. അപ്പോൾ അബ്രഹാം കണ്ണുയർത്തി നോക്കി, പുറകോട്ട് നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റൻ കുറ്റിക്കാട്ടിൽ കൊമ്പ് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. ദൈവം മുന്നമേ ഒരുക്കിയ ഒരു യാഗ വസ്തുവായിരുന്നു അത്. അവിടെ അബ്രഹാം ആ സ്ഥലത്തിന് പേര് നൽകി യഹോവ ഈരെ. പ്രിയ ദൈവമക്കളെ, അബ്രഹാം ആട്ടുകൊറ്റനെ കണ്ടത് എപ്പോഴാണ്? അവസാന നിമിഷത്തിലാണ്. പക്ഷെ ദൈവം അതിനെ ഒരുക്കിയത് എപ്പോഴാണ്? അവസാന നിമിഷത്തിലല്ല. അബ്രഹാം പർവ്വതത്തിലേക്ക് കയറുമ്പോൾ ആട്ടുകൊറ്റനും മറ്റൊരു വശത്തു നിന്ന് പർവ്വതത്തിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അബ്രഹാമിന് അത് പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവം അത് കണ്ടിരുന്നു, ദൈവം അത് ഒരുക്കിയിരുന്നു. അതാണ് യഹോവ ഈരെ. നാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ മാത്രം കണ്ടുകൊണ്ടിരിക്കും, ദൈവം പരിഹാരങ്ങളെ കാണും. നാം പരീക്ഷകളെ കാണുമ്പോൾ ദൈവം അതിന്റെ അനുഗ്രഹത്തെ കാണും. നാം ശൂന്യതകളെ കാണുമ്പോൾ ദൈവം അതിന്റെ നിറവിനെ കാണും. നാം നമ്മുടെ കണ്ണുനീര് മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം മുമ്പോട്ടുള്ള സന്തോഷത്തിന്റെ കൊയ്ത്തിനെയാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ ഒരു മോറിയ പർവ്വതത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ആ സാഹചര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കാം, കുടുംബഭാരമായിരിക്കാം, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നമായിരിക്കാം, ഒരു നീണ്ട വിഷയത്തിന്റെ നടുവിലുള്ള ഒരു കാത്തിരിപ്പായിരിക്കാം, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടാകാം, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മുന്നോട്ട് നടക്കുക, ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ അത് കാണത്തില്ല, അതുകൊണ്ട് ദൈവം ഒരുക്കിയില്ല എന്നർത്ഥമില്ല. അബ്രഹാം അവസാന നിമിഷം വരെ ആട്ടുകൊറ്റനെ കണ്ടില്ല, എന്നാൽ ആട്ടുകൊറ്റൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഗ്രഹമായിക്കോട്ടെ, നിങ്ങളുടെ മറുപടി ആയിക്കോട്ടെ, നിങ്ങളുടെ വാതിലുകളായിക്കോട്ടെ, നിങ്ങളുടെ വിടുതലായിക്കോട്ടെ, ദൈവം ഇതിനകം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ പ്രഭാത സമയം ദൈവവചനം കേൾക്കുന്ന ദൈവ പൈതലെ, നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയത്തിന്മേൽ, നിങ്ങൾ കണ്ണുനീരോട് പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ, വഴിയില്ലെന്ന് തോന്നിയ സാഹചര്യത്തിന്മേൽ ഇന്ന് കർത്താവ് ഈ പ്രഭാത സമയം അരുളി ചെയ്യുന്നു, ഞാൻ യഹോവ ഈരയാകുന്നു. നിങ്ങൾ കാണാത്തിടത്ത് ഞാൻ പ്രവർത്തിക്കും, നിങ്ങൾ അറിയാത്ത വഴികളിൽ ഞാൻ നിങ്ങളെ നടത്തും.
നിങ്ങൾ അവസാനമെന്ന് കരുതിയ സ്ഥലത്ത് ഞാൻ ഒരു പുതിയ തുടക്കം ഒരുക്കും. നിങ്ങളുടെ മോറിയ പർവ്വതത്തിൽ ഞാൻ പ്രത്യക്ഷനാകും. നിങ്ങളുടെ കാത്തിരിപ്പിന് ഞാൻ മറുപടി നൽകും. തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീർ ഞാൻ സാക്ഷ്യമായി മാറ്റും. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, ലജ്ജിച്ച് പോകാതെ, തല കുനിക്കാതെ അവനിലേക്ക് നിങ്ങളുടെ തലയെ ഉയർത്തുക, കണ്ണുകളെ ഉയർത്തുക. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു, യഹോവ നിങ്ങളുടെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യഹോവ ഈരയായതിനാൽ നന്ദി കരുത്തും. ഞങ്ങൾ കാണാത്തിടത്തും പ്രവർത്തിക്കുന്ന അങ്ങയുടെ കരങ്ങൾക്കായി നന്ദി. കാത്തിരിക്കുന്നവർക്ക് ഒരു ധൈര്യം ഇന്ന് പകൽക്കാലം നൽകണം. നിരാശരായവരെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ സമയത്ത് അവിടുത്തെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.